ന്യൂസ് പ്ലസ് ഇന്ന് പ്രശസ്ത അഭിഭാഷകനായ ശ്രീ ആളൂരിൻ്റെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നത്. ഇത് ഹൈക്കോടതിക്ക് സമീപമുള്ള കോമ്പാറ ജംഗ്ഷനാണ്. എറണാകുളം ഹൈക്കോടതിക്ക് സമീപമുള്ള ഈ കോമ്പാറ ജംഗ്ഷനിൽ നിന്നും 150 മീറ്റർ ദൂരെയാണ് ശ്രീ ആളൂർ എന്ന അഭിഭാഷകൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഇന്ന് എറണാകുളം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ നിന്നും 10 മണിയോടുകൂടി മൃതദേഹം കൊണ്ടുവരുന്നത്. അവിടെ അഭിഭാഷകർക്കെല്ലാം ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി 12 മണിവരെ മൃതശരീരം കിടത്തിയിരിക്കും എന്നാണ് അറിയിപ്പ്. കോമ്പാറ ജംഗ്ഷനിലെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു കൊണ്ടുള്ള പോസ്റ്ററാണ് നിങ്ങൾ കാണുന്നത്. അഡ്വക്കേറ്റ് BA ആളൂർ. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ്. ഓഫീസിൽ രാവിലെ 9 മണിക്ക് അദ്ദേഹത്തിനോടൊപ്പം സഹപ്രവർത്തകരായിരുന്ന അഭിഭാഷകർ എത്തിയിട്ടുണ്ട്. ആളൂർ അസോസിയേറ്റ്സ് എന്നതാണ് ഓഫീസിന് നൽകിയിരിക്കുന്ന പേര്. അവിടെ പോർട്ടിക്കോവിൽ കസേരകൾ നിരത്തിയിട്ടുണ്ട്. ആളൂർ അസോസിയേറ്റ്സിൻ്റെ ഓഫീസിൻ്റെ പ്രധാന കവാടം ഇവിടെയാണ്. ഇവിടെ രാവിലെ തന്നെ അദ്ദേഹത്തിനോടൊപ്പമുള്ള അഭിഭാഷകർ എത്തിയിട്ടുണ്ട്. 10 മണിയോടുകൂടിയാണ് മൃതശരീരം കൊണ്ടുവരും എന്ന് അറിയിച്ചിട്ടുള്ളത്. ഓഫീസിൽ ഗ്ലാസ് ഇട്ട് ഓഫീസിൻ്റെ ഫ്രണ്ട് കവർ ചെയ്തിട്ടുണ്ട്. വലിയ അക്ഷരങ്ങളിൽ തന്നെ ആളൂർ അസോസിയേറ്റ്സ് ലീഗൽ സെൽ എന്ന ബോർഡ് പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ശ്രീ ആളൂർ മരണപ്പെട്ടത്. ആംബുലൻസ് എത്തിക്കഴിഞ്ഞു. കൃത്യം 10 മണി ആകുന്ന സമയത്ത് തന്നെ ആംബുലൻസിൽ ഈ അഭിഭാഷകൻ്റെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസാണ് എറണാകുളം ജില്ലാ ആശുപത്രിയിൽ നിന്നും ഇവിടെ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ഇന്ന് അഭിഭാഷകരൊക്കെ എത്തും എന്ന് കരുതപ്പെടുന്നു. പക്ഷേ മെയ് 1 അവധി ദിനമായതുകൊണ്ടും ഹൈക്കോടതിയുടെ വെക്കേഷൻ നിലവിലുള്ളതുകൊണ്ടും എത്താൻ പലർക്കും കഴിഞ്ഞു എന്ന് വരില്ല. സമീപ പ്രദേശങ്ങളിലുള്ള അഭിഭാഷകരും അദ്ദേഹത്തിനോട് കൂടുതൽ അടുപ്പമുള്ളവരുമൊക്കെ 12 മണി വരെയുള്ള ഈ സന്ദർശന സമയത്തിൽ ഇവിടെ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മൃതശരീരം ആംബുലൻസിൽ നിന്നും ഇറക്കാൻ തുടങ്ങുകയാണ്. എന്നിട്ട് അദ്ദേഹം നാളിതുവരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഓഫീസിനകത്ത് മറ്റുള്ളവർക്ക് പൊതുദർശനത്തിന് വേണ്ടി കിടത്തും. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ജൂനിയർ അഭിഭാഷകർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പ്രധാന ഗേറ്റിൽ അദ്ദേഹത്തിനോടൊപ്പം ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള അഭിഭാഷകർ തേങ്ങലോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. ശ്രീ ആളൂർ അവിവാഹിതനാണ്. മൃതശരീരം ആംബുലൻസിൽ നിന്നും ഇറക്കി ഓഫീസിനകത്തേക്ക് കയറ്റുകയാണ്. പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ശവമഞ്ചത്തിലാണ് ഈ മൃതശരീരം അകത്തേക്ക് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള ജൂനിയർ അഭിഭാഷകരൊക്കെ തന്നെ നേരത്തെ ഇവിടെ എത്തി അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണുന്നതിനായി കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. കോമ്പാറ ജംഗ്ഷന് സമീപമുള്ള ഓഫീസാണിത്. സദാ സജീവമായ ഓഫീസ്. പലപ്പോഴും നല്ല തിരക്ക് ഉണ്ടായിരുന്ന ഒരു ഓഫീസ്. വളരെയധികം കേസുകളുള്ള ഒരു ക്രിമിനൽ അഭിഭാഷകനായിരുന്നു ശ്രീ ആളൂർ. ഒട്ടേറെ വിവാദങ്ങൾ പിന്തുടർന്ന ഒരു ഹൈക്കോർട്ട് അഡ്വക്കേറ്റും കൂടിയായിരുന്നു അദ്ദേഹം.
അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തിൽ സഹപ്രവർത്തകർ അന്ത്യയാത്ര നൽകിയത്. പല ജൂനിയർ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഏറ്റവും മുകളിൽ 3 മതവിഭാഗങ്ങളുടെ ചിത്രം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഹിന്ദു, ക്രൈസ്തവ, മുസ്ലിം ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ക്ലോക്കിൽ സമയം കൃത്യം 10 മണിയാണ്. എല്ലാം കൃത്യമായും ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റായിരുന്നു ശ്രീ ആളൂർ. 10 മണിക്ക് അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഓഫീസിലെത്തും എന്ന് അറിയിച്ചിരുന്നു. ആ 10 മണി സമയത്ത് തന്നെ മൃതദേഹം എത്തുകയും ചെയ്തു. മരണപ്പെട്ടതിന് ശേഷവും കൃത്യനിഷ്ഠയോടുകൂടി തന്നെ ആ ഡെഡ് ബോഡി ഇവിടെ എത്തിച്ചിരിക്കുന്നു. ഇനി നിരവധി അഭിഭാഷകർ ഇവിടെ എത്താനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ചുമരിൽ പതിച്ചിരിക്കുന്ന ചിത്രങ്ങൾ കാണുക. ഇതെല്ലാം അദ്ദേഹം വാദിച്ച കേസുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അടങ്ങിയ പത്രവാർത്തകളുടെ കട്ടിങ്സുകളാണ്. നിരവധി പത്രവാർത്തകൾ ഈ ചുമരിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതിൽ സൗമ്യ കേസും ജിഷ കേസും പൾസർ സുനി കേസും ഒക്കെ വാർത്തകളായി ഈ ചുമരിൽ പതിച്ചു വച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയോടുകൂടി വന്ന വാർത്തകളൊക്കെ തന്നെ ഈ ചുമരിൽ കാണാം. ഒരു വലിയ നോട്ടീസ് ബോർഡ് പോലുള്ള ഒരു ബോർഡിലാണ് ആ പേപ്പർ കട്ടിങ്സുകൾ പതിച്ചിരിക്കുന്നത്. വാർത്താമാധ്യമങ്ങളിൽ തൻ്റെ വിവാദങ്ങളായാലും പ്രസിദ്ധീകരിച്ച് വരുന്നതിൽ ആളൂർ എന്ന അഭിഭാഷകന് യാതൊരു കുണ്ഠിതവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അതെല്ലാം ആസ്വദിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം ചില അഭിമുഖങ്ങളിൽ അദ്ദേഹം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. വിവാദങ്ങൾ ഒരു നല്ല അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം പ്രചോദനമാകും എന്നുള്ള ഒരു ധാരണയാണ് അദ്ദേഹം വെച്ചു പുലർത്തിയിരുന്നത്. ജിഷാവധം പ്രധാന തെളിവായത് DNA എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രധാന വാർത്തയാണ്. അതുപോലെ കെട്ടിയിട്ടുകൊള്ള കവർച്ചാ സംഘത്തിൽ 14 പേർ, തലവൻ ആക്രമം, അമീറുൽ ഇസ്ലാമിന് വധശിക്ഷ വേണമെന്ന് ഉള്ള ഒരു റിപ്പോർട്ട്, രേഷ്മ കേസിൽ ബിജുവിന് ജാമ്യം എന്നു പറയുന്ന റിപ്പോർട്ട്, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് ആളൂർ ഹാജരായ ചില റിപ്പോർട്ടുകളുടെ പേപ്പർ കട്ടിങ്സ്, അങ്ങനെ ഒട്ടുമിക്ക കേസുകളുടെയും പേപ്പർ കട്ടിങ്സുകൾ ഈ ചുമരിൽ പതിച്ച് വച്ചിട്ടുണ്ട്. ഓഫീസിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഇതാണ്. ജിഷ വധക്കേസ് വാദം നീണ്ടു, ശിക്ഷ ഇന്ന്. ഇതെല്ലാം പത്രങ്ങളിൽ വന്ന വാർത്തകളാണ്. ഈ ചാനൽ പിന്നീട് ഈ കേസുകളെ സംബന്ധിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് ആളൂരിൻ്റെ വാദങ്ങളും മറ്റ് തെളിവുകൾ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയ കോടതിയുടെ മുമ്പിൽ അദ്ദേഹം അവതരിപ്പിച്ച വാദഗതികളുമൊക്കെ തന്നെ എപ്പിസോഡുകളായി പിന്നീട് അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മം മാത്രമാണ് അവതരിപ്പിച്ചത്.